സൗണ്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല കേട്ടാ. സൗണ്ടിൽ മുട്ട തള്ളക്കൂലയാ. സൗണ്ട് കേൾപ്പിക്കാൻ പറ്റത്തില്ല. സൗണ്ടിൽ എല്ലാരും ഞാൻ തെറി വിളിക്കും. അടി എനിക്ക് ഇവിടുന്ന് ടീം കിട്ടിയായിരുന്നടാ. നോക്കിക്കോ. ഞാൻ നോക്കായത് ഞാൻ പോലും അറിഞ്ഞില്ല. ഇപ്പൊ ജുഗുറു വരുമ്പോ തന്നെ ജുഗുറു സാവേജും കൂടി എന്നെ രക്ഷിക്കണം. നോക്കിക്കോട്ടെ. സൗണ്ട് വേണം, സൗണ്ട് വേണോ? ഒന്നും തന്നെ മാറി 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 എടാ ബില്ല് മാറിക്കേ. എന്റെ FPS കണ്ടാടാ 50 എനിക്ക് FPS കിട്ടിയത്. ഇന്നലെ എല്ലാ ഫൈറ്റിലും എന്റെ 50 എനിക്ക് FPS. അടുത്ത ഫൈറ്റില് ഞാൻ 300 FPS കളിക്കണം. നോക്കിക്കോ. അടുത്ത സെമിയില് ഞാൻ 101% 300 FPS കളിക്കണം. നോക്കിക്കോ. എന്താണിത്? എവിടുന്ന് പോണേ നമുക്ക് ഇപ്പൊ വരിക മെറ്റാ ബാബാ ഇനിയിപ്പോ എവിടെയാണ്? അമ്മ റൈറ്റ് ഇറങ്ങി നമ്മുടെ ബാക്കിൽ എത്തിയേ. നമ്മള് റൈറ്റ് ഇറങ്ങ്. റോഡിന്റെ ഓപ്പോസിറ്റ് വേറെ ടീമുണ്ട്. ഡോർക്കിന്റെ ബാക്കിലടാ. റൈറ്റ് ഇറങ്ങി ഇവിടുത്തെ റൈറ്റിൽ ഇറങ്ങി. ആ ടീം കുറച്ച് പേരേ ഉള്ളൂ. ഇവന്മാരെയും എടുക്കാം. ബാബാ സൈഫേ പെട്ടെന്ന് തന്നെ. നിങ്ങളിങ്ങൊന്നേ ഇവന്മാര് ഇപ്പൊ ഇങ്ങോട്ട് നിങ്ങള് നമ്മുടെ സംസാരം കേട്ടോ? ഡിസ്കോളിലിരിക്കുന്നേ. അലപ്പോ എന്തെങ്കിലും ഉണ്ടോ നിങ്ങളൊന്ന് ജസ്റ്റ് ചോദിക്കേ. ഒന്നുമില്ല. മുച്ചിരി കളിക്കില്ലേ? മുച്ചിരി കളിച്ചില്ലടാ. മുച്ചിരി കളിക്കും. മുച്ചിരി മിണ്ടത്തില്ല. അതാണ് പ്രശ്നം. അടി ഇവിടുന്ന് എനിക്ക് ആരോ കവർ വരൂടാ. കാര്യമാണോ? ചേച്ചി ഇട്ടു. എന്നെ ടൂർണമെന്റിൽ നമ്മുടെ ഇറ്റാച്ചിന്റെ ഗെയിം ടൂർണമെന്റ് ഒന്നല്ല. ഇറ്റാച്ചി വേറെ രീതിയിൽ കളിക്കണം. എല്ലാ ടൂർണമെന്റ് ആയാലും എന്തായാലും മനസ്സിലായില്ലേ? അങ്ങനത്തെ പ്ലേയേഴ്സ് ഒക്കെ അല്ലേ നമ്മുടെ കൂടെ ഇരിക്കണേ. നമ്മുടെ സാവേജ്, വില്ല് മോൻ, ഡെസ്ട്രോ ഒക്കെ ഇന്നലെ കളിച്ചില്ല. ഡെസ്ട്രോക്ക് കളിക്കാൻ പറ്റിയില്ല മര്യാദക്ക്. ഡെസ്ട്രോ ഒന്നും ഇന്നലെ കളിച്ചിട്ട് വരില്ല മര്യാദക്ക്. ഡെസ്ട്രോ ഇനി അടുത്ത മാച്ച് കളിക്കുമായിരിക്കും. സമ്മൺ സൈഡ് ഇറ്റാച്ചി ഒക്കെ ഫീൽഡ് ഔട്ട് ആയിരുന്നു. സ്റ്റീവിന് 2 മാച്ച് കളിക്കാൻ പറ്റില്ല. 3ാമത്തെ മാച്ചാണ് അവൻ കളിക്കുന്നത്. നീല് വില്ലുമോൻ ഇന്നലെ അറിയാലോ. വില്ലുമോൻ എന്തൊക്കെ ചെയ്തു. എല്ലാരെ റേപ്പ് ചെയ്തവൻ. അവിടെ ഇവിടെ എന്താ പറ്റിയെന്ന് അറിയോടാ? നമ്മൾ ഇവിടെ റൈറ്റ് റൊട്ടേറ്റ് ചെയ്ത് മണ്ടേ കയറുമ്പോൾ ഇവിടെ UK വരൂടാ. നമ്മൾ നിലത്ത് നിന്ന് തന്നെ കളിച്ചാൽ തരും. നമ്മൾ ആ അഗ്രഷനിൽ എല്ലാവരും കൂടി നമുക്ക് മണ്ടേ പുഷ് ചെയ്യാന്ന് പറയും. ഇവിടെ ഉള്ളവന്മാരെ വൈപ്പ് ചെയ്യുമ്പോഴേ. നീലനല്ല പറഞ്ഞത്. നീലൻ കയറല്ലേ എന്നാ പറഞ്ഞത്. 4 പേരെ നീല. ഞാൻ നമ്മുടെ ടീമായിരുന്നു വെടിവെക്കണേന്ന് വിചാരിച്ചത്. ചേച്ചി പറഞ്ഞിട്ടോ ചില്ലായി കളിക്കുന്നു. 10 പേര് എന്റെ ഫ്രണ്ട് ഇരിക്കണത്. അളിയാ
ഇനിയിപ്പോൾ അടുത്ത ലാസ്റ്റ് ടൂർണമെന്റില് ഇന്നലെ ലാസ്റ്റ് ഞാൻ ലാഗ് കാരണം ഞാൻ റീഷേഡ് ഓപ്പാക്കിയിട്ട് ഒരു കുണ്ണയും കണ്ടുകൂടെ എനിക്ക് മയില്. ഇന്നലെ ഞാൻ ആരും അമുക്കി വിടും. ഞാൻ താഴത്തോട്ട് വിടാം. തള്ളിയിടാം അമരങ്ങ എടുത്ത് ഈസി അമുക്കി വിട്ട് ഞാൻ അറിഞ്ഞില്ലട ഇവന്മാര് വന്നത് ഇവിടെ നിന്ന് പണ്ണപ്പെട്ടു പോണത് ഓത്ത്. ഞാൻ ഇതിൽ നീ DLXന്റെ വായിൽ കയറി പോകുന്നുണ്ട്. ആടാ ഞാൻ അവന്മാര് വന്നത് അറിഞ്ഞില്ലടാ. റീചേർഡ് ഇടാത്തതിന്റെ പ്രശ്നമാണ് ഇത്. കണ്ടുകൂടാ ഒന്നും, ഒരു കുണ്ണയും കണ്ടുകൂടാ മയില്. അടിയാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഭയങ്കര ഈസി ലോബി ആയിരുന്നു. നമുക്ക് രണ്ടാമത്തെ മാച്ച് വേണമെങ്കിൽ അടിക്കായിരുന്നേ ഉള്ളൂ. നീലിനെ പറ്റി എന്താ അഭിപ്രായം? എടാ ഞാൻ ഒരു കാര്യം പറയാം, നീലനൊരു കോള് പറയും, ബാക്കി നമ്മൾ കളിക്കും, അത്രേ ഉള്ളൂ. നമ്മളെല്ലാവരും കളിക്കും. ആ നീലൻ പറയണ കോള് നമ്മൾ വിശ്വസിക്കും എന്നുള്ള, നമ്മൾ കേൾക്കും എന്നുള്ള രീതിയിലാണ് അവൻ കോള് പറയുന്നത്. അതേമാതിരി എല്ലാവരും കേൾക്കുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് ഒരു ടീമിന് വേണ്ട ഏറ്റവും വലിയ കാര്യമാണ്. അങ്ങനത്തെ ഒരു ടീമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കണം. എന്ന് വെച്ചാൽ എല്ലാവരും കിട്ടിലോട്ട് കളിക്കുകയും ചെയ്യും. പ്രോപ്പർ കോള്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈഗോ ഇല്ല, കില്ലിന് വേണ്ടി കളിക്കുന്നില്ല. പിന്നെ ഈ തേർഡ് പാർട്ടി എന്നൊക്കെ പറയണ ബ്രോ IGLന്റെ ബുദ്ധിയാണ്. അങ്ങനത്തെ IGL ഇല്ലാത്തതിന്റെ പ്രശ്നമാണ് സത്യം പറഞ്ഞ. ടൂർണമെന്റ് എന്ന് പറയുന്നത് 10 പേര് വെച്ചിട്ടാണ്. നമ്മൾ ഫൈറ്റ് എടുക്കുമ്പോൾ തേർഡ് പാർട്ടി വരും. അപ്പം നമ്മൾ തേർഡ് പാർട്ടിനെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ IGL ചിന്തിക്കണ പോലെയാണ്. IGLന് ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങനെ കളിക്കത്തുള്ളൂ. ഞാൻ ആരെയും പറഞ്ഞല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. നീലനല്ല, നീല്. നീലേശ പറഞ്ഞത്. ലാസ്റ്റ് കളി ജയിച്ചപ്പോൾ നീലൻ എന്താ പറഞ്ഞേ, കാണിച്ചു തരുമെന്ന്. അപ്പി ലോബിന്ന് അവൻ എങ്ങനെ പറഞ്ഞത്? ഇപ്പൊ തേർഡ് മാച്ച് UK അടിക്കുമെന്ന് കാണിക്കോ? UK അടിച്ചിന്നല്ല. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാടാ? ഓ ശരിയാണല്ലേ, UK അടിച്ചല്ലേ. ഇവിടെ വെച്ചിട്ടല്ല നമ്മൾ അടിക്കണത്. അയ്യോ എന്റെ ടൈറ്റിലുണ്ട് നിങ്ങളാരെങ്കിലും? പച്ച ടീം ഉണ്ടായിരുന്നില്ല BL, അവന്മാർ എവിടെ പോയി? അവരെല്ലാം അടിച്ചേ. പിന്നെ കോമഡി എന്താണെന്നറിയോ? മറ്റേ നമ്മൾ ഫസ്റ്റ് മാച്ച് ജയിച്ചില്ലേ, അപ്പോൾ ഓരോ ഗ്രൂപ്പ് മറ്റേ നമ്മൾ മെറ്റയാണ് മറ്റേതാന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് നമ്മൾ മെറ്റ അടിച്ച് കളിക്കണേന്ന്. എല്ലാ മാച്ചിലും നമ്മുടെ കൂടെ ഒരു അഡ്മിൻ ഉണ്ടാവും. ഇത് തന്നെ, ഇതെല്ലാം ലെഫ്റ്റിൽ നിന്ന് പുഷ് ചെയ്ത് അടിക്കട്ടെ, തീർക്കും. ബാക്കി നടി അവിടെ നടി. തേർഡ് പാർട്ടി തിരിച്ചോ, നമ്മൾ തിരിച്ചു എനിക്ക് കില്ല് കിട്ടി.
ഇവിടെ നമ്മളായിരുന്നെങ്കിൽ നീലന് ഉറപ്പായിട്ടും ഇപ്പോ ഇത് വേറെ ടീമായിരുന്നു നീലിന് ഉറപ്പായിട്ട് ഇവിടെ പുഷ് ചെയ്യിപ്പിച്ചേനെ. അതിൽ ഉറപ്പായിട്ട് അടിക്കാൻ പറ്റും. റൈറ്റ് ആംഗിൾ അല്ലേ, അവൻ കയറി നമ്മളെ തല്ലിക്കും നീലനാണെങ്കിൽ. കുഴപ്പമില്ല കുഴപ്പമില്ല വരട്ടെ വരട്ടെ തിരിച്ചോ 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 വെരി നമ്മളാരും ഡൗണല്ലോ. ഇത്രേ ഉള്ളൂ POV ഒക്കെ. ഇനി ആരെങ്കിലായിട്ടുള്ള ഫൈറ്റ് കാണണോ? കുറെ പേരായിട്ടുള്ള ഫൈറ്റ് മ്യൂട്ടാക്കുന്നെ. ബാക്കിയുള്ളവരൊക്കെ ആയിട്ടുള്ള ഫൈറ്റ് ഞാൻ കാണിക്കത്തില്ല. അതെന്താണെന്നറിയോ, തെറിവിളിയും കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ്. നമ്മൾ ആ റേജിൽ ഇങ്ങനെ പറഞ്ഞു പോയില്ല. വെച്ചാ മറ്റേ ഇവന്മാരെയൊക്കെ അടിച്ചപ്പോ നമ്മൾ മുട്ട തെറിവിളിയായിരുന്നു. ആരായിട്ട് അടിച്ചപ്പോ മറ്റേ നമ്മളൊരു തേർഡ് പാർട്ടി കൊടുക്കൂലേ, നീലൻ അടിച്ച ഡയലോഗ് കേൾക്കാൻ കാണിച്ചു. നീലൻ ഡയലോഗ് ഒന്നും പറഞ്ഞിട്ടില്ല, അവൻ കോള് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ പേടിക്കണ്ട, അത് നമ്മൾ വാറ് ജയിച്ച പോലെ അവനിരുന്ന് ഇത് പറഞ്ഞിട്ടില്ല. അവൻ 3 മാച്ച് ജയിക്കാൻ വേണ്ടി അവൻ ഒന്നും മിണ്ടിയിട്ടില്ല. അവൻ ആകെ കോള് മാത്രം പറഞ്ഞ് കളിച്ചിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഡയലോഗ് ഒന്നും പറയണില്ല. ഫൈനൽ കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഇന്നലെ ഒരു വൈകുന്നേരം ആയപ്പോൾ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. അപ്പോഴും നമ്മൾ പറഞ്ഞത് നൈറ്റത്തെ മാച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇനിയിപ്പോൾ നൈറ്റത്തെ മാച്ച് കഴിഞ്ഞ് നമുക്ക് ഫൈനൽ കഴിഞ്ഞിട്ട് സംസാരിക്കാം. സെമി ഫൈനലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അതല്ലേ നല്ലത്. സെക്കൻഡ് മാച്ച് എന്ത് പറ്റി, ഹാട്രിക് അടിക്കുമെന്നാ കരുതിയെന്ന്. ബ്രോ നമ്മൾ 3 മാച്ചും ജയിച്ചു കഴിഞ്ഞാൽ അതിൽ കളിച്ചവന്മാരെല്ലാം കണ്ടികളാണ് ആൾക്കാർ വിചാരിക്കില്ല. അതുകൊണ്ട് വെറുതെ വിട്ടുകൊടുത്ത. ഞാൻ പിന്നെ എന്താ പറയണ്ടേ. എടാ എന്നാലും എന്നെ ഫസ്റ്റ് മാച്ച് അടിച്ച അപ്പൊ തന്നെ പൊസിക്കടാ, കൊന്ന ഉടനെ പൊസിക്കടാ എന്നെ. വിഷമം എനിക്ക്. എടാ നമ്മുടെ ആരും ഇല്ലടാ. എന്നാ CSK കളിച്ചു വിടും. SBB ആയിട്ടുള്ളത് കാണിക്കും. അതിൽ ഞാൻ ഇല്ലായിരുന്നു. അതിൽ ഞാൻ മരിച്ചുപോയായിരുന്നു. ഞാൻ മരിച്ചപ്പോൾ തന്നെ നിർത്തിയായിരുന്നു. നിന്നെ കുറുപ്പാണ് അടിക്കുന്നത്, ഞാൻ കണ്ട്. ഷിപ്പ് ഇന്നലെ ലൈവ് വന്നു. ഷിപ്പാ നിന്റെ ഡുവോ കുറുപ്പാണ് നിന്നെ പൊസിക്കുക. എനിക്ക് ആ ടൈമിൽ ഈ ടൈമിലും ഡുവോ എന്നല്ല, എനിക്ക് ഡുവോ ഒന്നും ഉണ്ടായില്ല. ഡുവോ ഉണ്ടായി, എന്തായിരുന്നു ആ ടൈമിൽ ദിഗോടായിരുന്നു ഡുവോ. പിന്നെ ആ ടൈമിൽ തൊട്ട് എല്ലാ ഗാങ്ങിലും ഞാൻ കളിച്ചോണ്ടിരുന്നത് ഇറ്റാച്ചിൻ്റെ ആയിരുന്നു. ഞാൻ ഇറ്റാച്ചി ഒരുമിച്ച് കളിക്കത്തില്ല, അതാണ് വേറെ ഒരു പ്രശ്നം. നമ്മൾ ഒരുമിച്ച് കളിച്ചതിന് തെറിവിളിയാവും, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളക്കിളിയൊക്കെയാവും. ഇപ്പൊ എൻ്റെ ഡുവോ എൻ്റെ സാവേജ് അല്ലേടാ. സാവേജ് ഉണ്ട്, സ്റ്റീവ് ഉണ്ട്. ഇവിടെ എന്താ ഇപ്പൊ ചെയ്യാ, ഡിസ്കോഡ് റൂൾസ് നോക്കാൻ പറ്റത്തില്ല. എൻ്റെ ജിയോ വരാണ്ട് എനിക്ക് കേരള വിഷൻ. നിങ്ങൾക്ക് കേരള വിഷൻ്റെ സീനുണ്ടോ? കേരള വിഷൻ യൂസ് ചെയ്യണവർക്ക് ഇറ്റാലിയനെ പുഷ് ചെയ്യണ POV. ഇറ്റാലിയനെ പുഷ് ചെയ്യണ POV അതൊക്കെ കാണിച്ചുതരാം. സൗണ്ട് ഇല്ലാണ്ട് കേൾപ്പിച്ചാൽ മതിയോ? സൗണ്ട് സൗണ്ട് പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി.
ഉമ്മരെ തള്ളിയിട് പെട്ടെന്ന് തള്ളിയിട് അമ്മര് ഫൈറ്റ് വാ പെട്ടെന്ന് എന്തിനാ ഉമ്മരെ തള്ളിയിട തള്ളിയിട വിശ്വസിക്കും തള്ളിയിട് സെവനിന്റെ അടുത്തോട്ട് തന്നത് കിട്ടി തൊട്ട് ഇതെന്ത് പറയാണ്? തള്ളിയിട് ബ്രേവ് യൂസ് ചെയ്യണം, ഇതിന് കുറെ ബഗ് ഉണ്ട്. ഞാൻ താഴത്തോട്ട് വേണം. തള്ളിയിട് അമരങ്ങ എടുത്ത് ഈസി കൊടുക്കാം. ആ ഇത്രേ ഉള്ളൂ. കേട്ടില്ലേ? ടിവിക്ക് പുഷ് ചെയ്യാൻ പേടിയാണല്ലോടാ സ്നേഹിപ്പെന്ന്. പോട്ടറാ വീട്, അതൊക്കെ വീട്. നമുക്ക് എന്താ പോവാനില്ല ഇനി? നമുക്ക് നല്ല കിടിലൻ പയ്യന്മാരുണ്ട് നമ്മുടെ കൂടെ, നമുക്കൊരു നല്ല ഫാമിലി ഉണ്ട്, നമുക്ക് അതൊക്കെ മതി. നമുക്ക് ഈ പോയവന്മാരെ പറ്റി ഒന്നും, അവന്മാരെന്തോ ആയിക്കോട്ടെ, നമുക്ക് അവന്മാരെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബാക്കി എടാ ഞാൻ പറഞ്ഞുതരാം, എൻ്റെ പി ഒയില് ഡെസ്ക്ടോപ്പ് ഓഡിയോ റെക്കോർഡറാണ്. അപ്പോൾ അവന്മാരുടെ പി ഒയിലൊക്കെ ഇത് ഗെയിം ക്യാപ്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒരുത്തനെ മാത്രമേ ഉള്ളൂ, ആ C666 ഡ്രേക്ക്. സിറ്റിയിൽ കളിക്കാത്തുമില്ല. അവൻ പറയണേട്ട് തന്നെ അവൻ വലിയ ഹീജലാന്നാ അവൻ പറയണേട്ട് തന്നെ. അടുത്ത ടീമില് റിക്രൂട്ട്മെന്റ് ആണ് അവൻ. പാസ്വേഡിനെ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. അവനറിയാന്ന് എങ്ങനെ തേർഡ് പാർട്ടി മാത്രമേ അടിക്കത്തുള്ളൂ. അവൻ ഇച്ചിരി കിടില്ല ഈജിൽ കോൾസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത്. എങ്ങനെ സെക്കൻഡ് ടീമിന് അടിക്കണം. സോണോട്ട് തള്ളിയിട് ഡോർക്കി വാടാ അവനെ. ഇവനേടാ റൈറ്റിൽ എന്റെ ബുക്ക് ഇവനേടാ. ഇവനെ അടിച്ചേ. ഞാനൊക്കെ ഡോർക്കിന് പൊക്ക്. ഈ കാട്ടിലെ എടാ നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്നേ, നമ്മുടെ ബാക്കിൽ നിന്ന് വരുന്നേ. ഡോർക്കിനെ പൊക്കൂല. ഡോർക്കിനെ നോക്കിയില്ലടാളിയ. പാവട അവരൊന്നും പറഞ്ഞില്ലടാ. എടാ എന്റെ അടുത്ത് കോള് കേൾക്കുന്നില്ല. സീവ ഇവനെ വിളിച്ചേ. ഇവനെ എംഡൂല് വാ. ഒരു കുഴപ്പമില്ല, നീ വാ. ഇറ്റാലി ഉണ്ട്. അവനേടി ഇറ്റാലിനെ പെണ്ണ്. ഈ കല്ലിനോട് അവൻ നമുക്ക് കില്ല 2 പൈസ ഓണോട്ടി ആളുമല്ലേ കള്ളൻ. ഇറ്റാച്ചിന്റെ പൂശി കേൾക്കുന്ന രസമാണ്. പൂശി എടാ എല്ലാരും നിങ്ങൾ അടിക്കണ്ട, കുറച്ചേരം ചുമ്മാരിക്കടാ. നിങ്ങള് എല്ലാരും ഒരുമിച്ച് ഇന്നൊന്നും കേക്കണ്ടെന്ന്. എടാ ചുമ്മാ മേലോട്ട് ഫയർ ചെയ്യടാ. എടാ അത് സോണ വിട്ടാടാ. വെള്ളോട്ട് വെടിയേക്കടാ. അല്ല പിന്നെ എന്തപ്പത് പോരെ. അപ്പോഴേ നിങ്ങൾ നമ്മുടെ റേഡിയോ കോൾ നമ്മളൊന്നും ഇതില്ല, ഭയങ്കര കൂളാണ്. ഫസ്റ്റ് മറ്റേ ലൂട്ടൊക്കെ പറക്കുമ്പോ പാട്ടൊക്കെ ഉണ്ട്, നമ്മുടെ പാട്ട് ഡാൻസ്
അതൊക്കെ ഉണ്ട്, അത് കേൾക്കണോ വേണ്ടല്ലേ? പാട്ട് കേൾക്കണോ നിങ്ങൾക്ക്? ഡെസ്ട്രോ നിന്റെ കാര്യം ഇവിടെ വെച്ചു എവിടെ കുഴപ്പമില്ല കുഴപ്പമില്ല അന്നെ എടുത്ത് ബാക്കിലുണ്ട് അടി എടാ ഇവിടെ നീല ഇവിടെ കോച്ച് തള്ളിയിട്. ഒരുത്തനെ. അതെ ഇവിടെ വെച്ചാന്ന് കറക്റ്റ് ഓർമ്മയില്ല. ഇറ്റാച്ചിന്റെ പാട്ടൊക്കെ ഉണ്ട്, അത് അറിഞ്ഞൂടട്ടെ എവിടെ വെച്ചാന്ന്. ടൈറ്റിൽ എന്താ? പബ്ജി മാച്ച് പോകുമ്പോൾ, പബ്ജി മാപ്പ് പോകുമ്പോൾ അത് നമ്മളെങ്ങനെയാ? ആരടി മന്ദരമിടി, ആരടി മന്ദരമിടി, അലിയ ആ പാട്ടൊക്കെ ഉണ്ടായി. ആരും ഇല്ലടാ ഡിസ്കോളിൽ, ഞാൻ എലോണടാ. നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷൻ ആരും വരുന്നില്ല. ഇന്ന് CSK ഡൊമിനേഷൻ, ഇന്ന് CSKന്റെ മാച്ച് ഉണ്ട്. നമുക്കിനി സെമി എന്നായിരിക്കും? വൈദ്യ മന്ദാരത്തിന് വിളിക്കാം. SSB ഫൈറ്റിൽ ഞാൻ ഉണ്ടായില്ലടാ. SSB അല്ലല്ലോ, SBB. ആരടി മന്ദരമിടി, ആരടി മന്ദരമിടി, ആരടി ഹലോ എവിടെ മന്ദാരം? ഏ ആ വേഗം വാ VC-ല്, നിന്നെ ആൾക്കാർ വിളിക്കുന്നു. ഇന്ന് കപ്പടിക്കാൻ വേണ്ടി ഇന്ന് നിന്നെ വിളിക്കുന്നു. നീയല്ല IGL? ആ VC-ലോട്ട് വന്ന്. ആ. എടാ നിങ്ങൾ ഇന്ന് ഈ മന്ദാരമൊക്കെ വരുമ്പോ എന്തിനു പറയണമെന്നറിയോ? വള്ളി ടീം ഇത് ജയിച്ച്, നമ്മളും ജയിച്ച്, ഇനി നിങ്ങളും കൂടിയേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മന്ദാരത്തിന്റെ തന്നെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞ് മന്ദാരത്തിനെ അങ്ങോട്ട് ഇതാക്കി വെക്കണം. വലിക്കോ എന്നാ യാതൊരു വീസിലുണ്ടോ വേറെ? വില്ലുവിന്റെ ആട് പുലിയാട്ടം പാർട്ട് 3 വില്ലുമോനെ എടുത്തിട്ട് അമിക്കി എല്ലാരെയും. ആ PC വന്നിട്ട് വേണം എനിക്ക് എടുത്തിട്ട് അമുക്കാൻ. FPS ഉണ്ടെങ്കിൽ എടുത്തിട്ട് അമുക്കാൻ സുഖമാണ്. ആറടി മന്ദാരമടി വില്ലുമോ പറയുവാണേ, ഇവിടെ ഞാൻ എല്ലാരും അമിക്കിന്ന്. പാവ വാസണ്ണൻ, അന്നെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലല്ലേ മര്യാദക്ക്. നീലിനെ പറ്റി എന്താ അഭിപ്രായം? നീലിനെ പറ്റി എന്താ അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കളി ഇപ്പോ നീലും എന്തായിരുന്നു വില്ലുമോൻ കളിച്ചെന്ന് വിചാരിച്ചു. ചിലപ്പോൾ അടുത്ത കളി വേണമെങ്കിൽ ഈ 20 കില്ല് എടുക്കാൻ വേണം നമ്മുടെ നീലും ടെസ്റ്റർ ഒക്കെ ആയിരിക്കും. നമ്മുടെ ഈ പറയുന്ന ലൈനപ്പിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഇന്ന് വില്ലുമോൻ എടുത്തെങ്കിൽ നാളെ വേറൊരാളായിരിക്കും, അങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സബ് പോലും മുച്ചിരിനെ LS2 ഇട്ടത്. ഇപ്പൊ നമ്മുടെ ഒരാളില്ലെങ്കിൽ അതിന് പകരം ഉള്ള ഒരാൾ തന്നെ വേണം, മനസ്സിലായില്ലേ? മെയിൻ ലൈനപ്പ് അല്ലേ? മെയിൻ ലൈനപ്പ് നമ്മളല്ലേ, അതിപ്പോഴും നമ്മൾ പറയാം. കണ്ണാപ്പിന്റെയാണ് മെയിൻ ലൈനപ്പ്. DC നോക്ക്, എന്താണ് DC? അവിടെ DC എനിക്ക് ലോഡ് ആവത്തില്ലടാ, അതാണ് പ്രശ്നം. ആയിരിക്കുന്നു. ആരടി മന്ദരമിടി, ആരടി മന്ദരമിടി, ആരടി മന്ദരമിടി, ആര്? IGL ബൊബോയ്, യാ IGL ബൊബോയ്. ഹലോ
ഗ്യാപ്പില്ലേ അത് നമുക്ക് സംസാരിക്കാം. ഗ്യാപ്പ് വേണമെന്ന് അറിയാം. ഭയങ്കര തളർന്നു ഇന്നലെ വെടിവെച്ചിട്ട് നമ്മ തളർന്നു. പറ കേൾക്കുന്നില്ല? ക്ലിയർ അല്ലേ? ആ ഷഹദറോ ക്ലിയർ ആണ്. ഓക്കെ, നൈസ് കളി. അറിയാലോ. നിന്റെ DC ടോൾസ് പോവാന് എന്നിട്ട് ഇതൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ കണ്ട് ഡ്രൈക്ക് ഫേക്ക് അക്കൗണ്ട് എന്ന് പറയുന്നവരോട് ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയത് താഴത്തെ അക്കൗണ്ട് ഓന്. ഞാൻ അതില് അന്നെ ബ്ലോക്ക് ആക്കി. ഞാൻ ചോദിച്ചു ന്യൂ ചാനൽ എന്ന് പറഞ്ഞ അവൻ ബ്ലോക്ക് ആക്കിന്. നൈറ്റ് ഉണ്ടാക്കിയ ചാനലാണ് രണ്ടാമത്തത്. അവിടെ ഇരുന്ന് കൊലക്കെട്ടില്ല ഷഹദറോ. നമുക്കിപ്പോ എന്ത്? അവൻ വന്നിട്ട് 2 ഇത് പറഞ്ഞാലും എന്താ? അവനൊരു 15,000 പേര് തള്ളക്കിളിച്ചില്ലേ? ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. ഇന്ന് കുറച്ചാള് കൺവേർട്ട് ചെയ്യാൻ വരും. അവരോട് പറഞ്ഞു കേൾക്കാൻ ഇന്നലെ നൈറ്റ് ഉണ്ടാക്കിയ അക്കൗണ്ടാണ് അത്.